സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. തിങ്കളാഴ്ച വാഷിംഗ്ടണിലെത്തിയ നെതന്യാഹു ഇന്ന് വ്യാഴാഴ്ച മടങ്ങിപ്പോരുകയാണ്. ഇതിനിടയിലൂടെ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ പ്രഖ്യാപനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് നെതന്യാഹു അല്ല, ട്രംപാണ്. ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഗാസയിലെ വിഷയത്തിന്, കാരണം ഈ എന്ത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് നീങ്ങണമെങ്കിലും ആദ്യം തീരേണ്ട വിഷയം ഗാസയിലെ വിഷയമാണ്. അതുകൊണ്ട് ഗാസയിൽ ഒരു സീസ് ഫയർ ഉണ്ടാക്കണം എന്ന് ട്രംപ് ആഗ്രഹിച്ചിരുന്നു. കൂടാതെ ആ ഒരു സീസ് ഫയർ അബ്രഹാം അക്കോർഡിന്റെ എക്സ്റ്റൻഷനിലേക്ക് നയിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അബ്രഹാം അക്കോർഡിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായും ഇറാൻ പത്തിമടക്കി താഴെ വരികയും അതോടെ ഇറാനുമായുള്ള വിഷയത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ട്രംപ് ആഗ്രഹിച്ചിരുന്നു. നേരെ മറിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു തിരക്കുമില്ലാത്ത ആളാണ് നെതന്യാഹു. അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിലും തിരക്ക് പിടിച്ച് തീരുമാനം ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസത്തെ 3-4 ദിവസം നീണ്ട ഈ ഒരു ട്രിപ്പില് പ്രധാനമായിട്ടും നെതന്യാഹു ശ്രദ്ധിച്ചത് ട്രംപിന്റെ ഗുഡ്വിൽ നേടുക എന്നതാണ്. ട്രംപിൽ നിന്ന് കിട്ടാവുന്ന ഒരു സൗഹൃദം, ട്രംപിന്റെ സപ്പോർട്ട്, അത് പരമാവധി വാങ്ങിയെടുക്കുക എന്നുള്ള ശ്രമമാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ചെന്ന് പിറ്റേ ദിവസം തന്നെ തീർത്തും അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ട്രംപിന്റെ പേര് നോബൽ പ്രൈസിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നു. പിന്നെ ഒരു മീറ്റിംഗിൽ ഇദ്ദേഹം പറയുന്നു, ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ 100% ശരിയാണ്, ട്രംപ് എടുക്കുന്നതാണ് ശരി, ട്രംപ് പറയുന്നതാണ് ശരി എന്ന് അദ്ദേഹം പറയുന്നു. വേറെ ഒന്ന് അദ്ദേഹം പറയുന്നത്, അമേരിക്ക ഇതുപോലെ ലിമിറ്റ്ലെസ് ആയിട്ട് ഇസ്രായേലിനെ സഹായിച്ച ഒരു കാലം ഇസ്രായേലിന്റെ ഫോർമേഷന് ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 1948 ഇസ്രായേൽ ഫോം ചെയ്തതിനു ശേഷം അമേരിക്ക ഹോൾ ഹാർട്ടഡായി ഇസ്രായേലിന്റെ പിന്നിൽ നിന്ന ഒരു കാലഘട്ടം ട്രംപിന്റേതുപോലെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കൂടാതെ ഇന്നലെ അദ്ദേഹം ഒരു ക്യാപ്പ് പിടിച്ചിട്ടുണ്ട്, ഒരു തൊപ്പിയും പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ വന്നു. ആ തൊപ്പിയുടെ മേലെ എഴുതിയിരിക്കുന്നത് ട്രംപ് വാസ് റൈറ്റ് അബൌട്ട് എവറിത്തിങ്, ട്രംപ് വാസ് റൈറ്റ് അബൌട്ട് എവറിത്തിങ് എന്നാണ്. അതായത് ട്രംപ് ശരി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിയിൽ എഴുതി നടക്കുന്ന ആ ഒരു ലെവലിലേക്ക് വരെ നെതന്യാഹു കയറി കളിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഡിപ്ലോമാറ്റിക് ടൂറാണ്. അമേരിക്കയുടെ സഹകരണം നേടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ 3-4 ദിവസം നീണ്ട ഈ ഒരു പര്യടനത്തില്, വാഷിംഗ്ടൺ പര്യടനത്തിൽ അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ധാരാളം ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോകുമ്പോഴും അദ്ദേഹം നെതന്യാഹു പറയട്ടെ എന്നൊരു നിലപാടിലേക്ക് ട്രംപിനെ മാറ്റിയെടുക്കുവാൻ നെതന്യാഹുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം പാലസ്തീൻ രാഷ്ട്രത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെ സംബന്ധിച്ചൊക്കെ പറയാനായിട്ടുള്ള ആള്, വെറ്റേറനായിട്ടുള്ള ആള് ഇദ്ദേഹമാണ്, നെതന്യാഹുവാണ്, അദ്ദേഹം പറയട്ടെ എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഇറാൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ വാർ അവസാനിപ്പിച്ച ദിവസം ട്രംപ് പറഞ്ഞത്, ഞാൻ ഇസ്രായേലിനെ കൊണ്ട് നിർത്തിച്ചു, നെതന്യാഹുവിന്റെ വിമാനങ്ങൾ ആകാശത്ത് താഴെ ഇറക്കിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്ക് നെതന്യാഹു പറയട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീരുമാനിച്ചോട്ടെ. ആ ഒരു ലെവലിലേക്ക് ട്രംപിനെ മാറ്റിയെടുക്കുന്നതിൽ നെതന്യാഹു വിജയിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരാണ് ഡിപ്ലോമാറ്റിക് സക്സസ്. ആ ഒരു വിജയം മാത്രമാണ് നെതന്യാഹു വാസ്തവത്തിൽ ഈ ഒരു ടൂർ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം. പലസ്തീനെ സംബന്ധിച്ച ആ ചോദ്യത്തിന് നെതന്യാഹു പറഞ്ഞ ഉത്തരം, പാലസ്തീന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച ആത്മഹത്യാപരം ആണ് എന്നാണ്. അതായത് പാലസ്തീൻ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നശിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഈ പറയുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ഇസ്രായേലിനോട് ചേർന്നത് ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമാകും. അവിടെ വളരെ പരിമിതമായ ഒരു സ്വയംഭരണ അവകാശം അവർക്ക് കൊടുക്കും. വിദേശകാര്യമോ പ്രതിരോധമോ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും കൈവയ്ക്കാൻ പാലസ്തീൻ അറബ്സിനെ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിനുള്ളിൽ ചില മിനിമം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്വയംഭരണ അവകാശത്തോടു കൂടിയുള്ള അറബ് മേഖലകളാണ് ഇസ്രായേൽ വിഷ്വലൈസ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഈ പാലസ്തീൻ രാഷ്ട്രവാദം എന്നുള്ളത് ഈ ഒക്ടോബർ 7, 2023 ഹമാസിന്റെ ആക്രമണത്തോടെ ആ വാദത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് വേണം വിചാരിക്കാൻ. അതിനി മുന്നോട്ട് പോവുകയില്ല. കൂടാതെ അദ്ദേഹം പറഞ്ഞത്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഗോളുകൾ അവസാനിച്ചിട്ടില്ല. ദർ വിൽ ബി നോ ഹാമാസ്. അർത്ഥസംഖ്യയില്ലാത്ത അദ്ദേഹം പറയാണ്, ദർ വിൽ ബി നോ ഹാമാസ്, ദർ വിൽ ബി നോ ഹാമാസ്ഥാൻ. നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പോലെ ഹമാസിന്റെ ഇരിപ്പിടത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് ഹമാസ്ഥാൻ എന്നാണ്. ദർ വിൽ ബി നോ ഹാമാസ്, ദർ വിൽ ബി നോ ഹമാസ്ഥാൻ, വി ആർ നോട്ട് ഗോയിങ് ബാക്ക് ടു ദാറ്റ്. ഞങ്ങൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഹമാസിനെ തീർത്തിട്ട് മാത്രമേ ഈ കാര്യം അവസാനിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ഓവർ. അതിനപ്പുറത്തേക്ക് ഒരു സംസാരമില്ല. അപ്പൊ അദ്ദേഹം നിൽക്കുന്ന ആ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അദ്ദേഹം പുറകോട്ട് പോകാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇത്തരം പ്രഖ്യാപനങ്ങളിലേക്കൊന്നും എത്താതെ തന്നെ
ഈ ഒരു യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പൊ ഇപ്പോഴും വിറ്റ്കോഫ് പറയുന്നത് 4 വിഷയങ്ങളിലായിരുന്നു വലിയ തർക്കമുണ്ടായിരുന്ന 4 വിഷയങ്ങളിലെ തർക്കം ഒറ്റ വിഷയത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് ഇത് എത്തുമെന്നാണ് ട്രംപും കമ്പൈൻഡ് ആയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഇപ്പോഴും പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു വെടിനിർത്തലിൽ എത്തേണ്ടി വരും എന്നാണ്. അപ്പൊ അതിനിടയിലൂടെ ഗാസയിൽ IDF വളരെ ശക്തമായ മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പൊ അവർ ലാൻഡിലൂടെ മുന്നേറുന്ന സമയത്ത് അവർക്ക് ആൾനാശം സംഭവിക്കുന്നുണ്ട്. 3 ദിവസം മുൻപ് അവരുടെ 5 പട്ടാളക്കാര് മൈൻ പൊട്ടി റിമോട്ട് ബോംബുകൾ പൊട്ടി വധിച്ചു വരുന്നു. കാരണം ഇവര് ഒരു റോഡിലൂടെ നീങ്ങി വരുന്നത് അറിഞ്ഞുകൊണ്ട് ഹമാസിന്റെ ഭീകര പ്രവർത്തകര് റോഡിലെ ബോംബ് കുഴിച്ചിടുകയും റിമോട്ട് സെൻസർ ഉപയോഗിച്ച് ആ ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. ബോംബ് പൊട്ടിച്ച ആളുകൾ അപ്പൊ തന്നെ അവർക്ക് വധിച്ചു കളയാൻ സാധിച്ചു. എങ്കിൽ പോലും അവരുടെ 5 പട്ടാളക്കാർ മരിച്ചു. ഇന്നലെ റെയ്ഡിനിടയിലൂടെ അവരുടെ എഞ്ചിനീയറിംഗ് കോറിലെ ഒരു പട്ടാളക്കാരനെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ടണലിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ചാടി വന്ന ഹമാസിന്റെ ഭീകരപ്രവർത്തകർ ശ്രമിക്കുകയും ആ പിടിവേലയ്ക്കിടയിലൂടെ ആ പട്ടാളക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ആ കൊല്ലപ്പെട്ട പട്ടാളക്കാരനെ ശവശരീരവുമായി രക്ഷപ്പെടാനായി ഹമാസിന്റെ പ്രവർത്തകർ ശ്രമിച്ചു. IDF 10 ഹമാസിന്റെ പ്രവർത്തകരെ അവിടെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പൊ ഈ ഹമാസിനെതിരെയുള്ള പ്രവർത്തനം വളരെ ശക്തമായിട്ട് ഇസ്രായേല് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഈ ഗ്രൗണ്ട് വർക്ക് ഇരിപ്പോഴാണ് തുടങ്ങിയത്. മറ്റേ ആകാശത്ത് ബോംബിടുന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഗ്രൗണ്ടിലൂടെ മുന്നേറി ഓരോ ഇഞ്ചും പെറുക്കി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ആർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു IDFന്റെ കനത്ത ആൾനാശം വരുത്തുന്ന ഒരു പരിപാടിയാണിത്. കാരണം ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ഗറലകൾ എവിടുന്നാണ് തെറിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പട്ടാളം അങ്ങേയറ്റം വിജിലന്റ് ആണ്. അതുകൊണ്ട് IDF അങ്ങേയറ്റം വിജിലന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലും ഒക്കെ വെടിവെപ്പ് വരുന്നത്. അവരുടെ ഭാഗത്തേക്ക് തിരിയുന്നു എന്ന് തോന്നുന്ന ആരെയും അവർ വെടിവെക്കും. അപ്പൊ അങ്ങനെയുള്ള ഗ്രൗണ്ട് മുന്നേറ്റം ഇപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. IDF പറയുന്നത് പ്ലീസ് വെയിറ്റ് ഫോർ ഫ്യൂ വീക്സ്, ഏതാനും ആഴ്ചകൾ കൂടി ഒന്ന് കാത്തിരിക്കൂ, അതിനുശേഷം നമുക്ക് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കാം. മുന്നോട്ട് പോയിട്ട് ഇവരെ ഗ്രൗണ്ടിൽ തന്നെ കീഴടക്കി ഇവരെ കൊണ്ട് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒപ്പിടിപ്പിച്ചു തരാം എന്നാണ് IDF ഇപ്പോൾ പറയുന്നത്. അപ്പൊ അത് വാസ്തവത്തിൽ നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമാണ് ഈ കോമ്പാറ്റ് കൂടുതൽ ശക്തമായത്. അതുവരെ ഹമാസ് ഇതുപോലെ തിരിച്ചടിച്ചിരുന്നില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിൽ നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് പോയതിനു ശേഷം ഹമാസ് മാളത്തിൽ നിന്ന് പുറത്തു വന്ന് ശക്തമായി തിരിച്ചടിച്ചു തുടങ്ങി. അപ്പൊ ആ ശക്തമായി തിരിച്ചടിച്ച് 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, അവർക്കും ഇതൊരു വെടിനിർത്തൽ എത്തുന്നതിൽ താല്പര്യം ഉണ്ടാവുകയില്ല. കാരണം വെടിനിർത്തൽ എത്തിയാൽ ലോകമെമ്പാടുമുള്ള അവരുടെ പിരിവ് നിൽക്കും. ലോകത്തെമ്പാടുമുള്ള ഇവരോട് സാഹോദര്യം പ്രഖ്യാപിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള പിരിവുകൾ എടുത്ത് അതുകൊണ്ട് തിന്നുകൊഴുത്ത് ജീവിക്കുന്ന ഹമാസിന് ഈ യുദ്ധം സീസ്ഫയറിലെത്തിയാൽ അവർക്ക് പിന്നീട് ഒന്നും ഉയർത്തി കാണിക്കാനില്ലാതെ പോകും. അങ്ങനെ ഉയർത്തി കാണിക്കാനില്ലാതെ പോകുമ്പോൾ പിരിവ് നിൽക്കും. പിരിവ് നിന്ന് കഴിഞ്ഞാൽ അവരുടെ സുഖവാസം നിന്ന് പോകും. അപ്പൊ അവരെ സംബന്ധിച്ചും ഈ യുദ്ധം നിർത്താൻ അവർക്ക് താല്പര്യമില്ല. അപ്പൊ അത് തുടരട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അവർ ശക്തമായി തിരിച്ചടിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അതൊരു അവസരമായി കാണുന്നു. പുറത്തു വരട്ടെ, പുറത്തു വന്നാൽ അപ്പൊ തന്നെ ഇതിനെല്ലാം കൊന്നു തീർക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഫൈറ്റിംഗ് മുന്നേറുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഇതൊരു ട്രൂസ് ഒരു സീസ് ഫയറിൽ എത്തിക്കാൻ കഴിയാതെ പോയത് എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനിടയിലൂടെ നമ്മളുടെ ട്രംപിനെ വീട്ടിൽ കയറി തട്ടും എന്ന് ലാരിഞ്ചാനി ഒരു പ്രഖ്യാപനം നടത്തി. ലാരിഞ്ചാനി എന്ന് പറയുന്നത് ഖമനയുടെ വളരെ അടുത്ത ഒരു ആളാണ്. അദ്ദേഹത്തിനോട് എപ്പോഴും മൂവ് ചെയ്ത ഒരാളാണ്. നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു 18 കൊട്ടാര സംഘം ഉണ്ടായതിന് 12 എണ്ണത്തെയും ഈ കഴിഞ്ഞ യുദ്ധത്തില് ഇസ്രായേൽ വധിച്ചു കളഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് 6 പേരാണ്. ആ 6 പേരിൽ ഏറ്റവും പ്രമുഖനായ ആളാണ് ഈ ലാരിഞ്ചാനി എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ ലാരിഞ്ചാനി കഴിഞ്ഞ ദിവസം ഒരു TV പ്രഭാഷണത്തില് നമ്മുടെ ട്രംപിനെ വീട്ടിൽ കയറി തട്ടുന്നു പറഞ്ഞു. വീട്ടിൽ കയറി തട്ടുക എന്ന് പറഞ്ഞാല് ട്രംപിന് ഒരു റിസോർട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ അത് ആ സ്ഥലത്ത് അദ്ദേഹം ഉറങ്ങാൻ കിടക്കും. അദ്ദേഹം ആസ് ഹി ലൈസ് ദർ, ലാരിഞ്ചാനിയുടെ വാക്ക് എഴുതാണ്, TV അഡ്രസ് പറഞ്ഞ ഇതാണ്, ആസ് ഹി ലൈസ് ദർ, ഹി മീൻസ് ട്രംപ്, ആസ് ഹി ലൈസ് ദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫ്ലോറിഡ എസ്റ്റേറ്റ്, അവിടെ മാരലാഗോ എന്ന് പറയുന്ന ഒരു വലിയൊരു കൊട്ടാരമുണ്ട് അദ്ദേഹത്തിന്. ഫ്ലോറിഡ എസ്റ്റേറ്റ് മാരലാഗോ എന്ന് പറയുന്ന വലിയ കൊട്ടാരം. അപ്പൊ അതിന്റെ മുറ്റത്ത് ഇദ്ദേഹം സൺബാത്തിന് വേണ്ടി കിടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആസ് ഹി ലൈസ് ദർ വിത്ത് ഹിസ് സ്റ്റൊമക് ടു ദ സൺ എന്ന് പറഞ്ഞാൽ മറന്നു കിടക്കുമ്പോ എ സ്മോൾ ഡ്രോൺ മൈറ്റ് ഹിറ്റ് ഹിം ഇൻ ദ നാവൽ. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഒരു ചെറിയ ഡ്രോൺ വന്നിട്ട് അവന്റെ പൊക്കളങ്ങ് തുളച്ചു കളയും. അത്രത്തോളം സിമ്പിളാണ് ട്രംപിനെ തീർക്കുക എന്നുള്ളതാണ് എന്നാണ് ലാരിഞ്ചാനി TV അഡ്രസ്സിൽ പറഞ്ഞത്. അദ്ദേഹം ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. നാണമെന്ന് പറഞ്ഞതിന്റെ അംശം പോലും ഇവർക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഈ ഖമനേയി എന്ന് പറയുന്നയാളും ഈ ലാരിഞ്ചാനിയും
ഈ പിന്നെ ട്രംപിന് കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ച ഒരു മൊല്ലാക്കയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നാസർ മക്കാരം ഷിറാസി എന്നാണ്. ആ മൊല്ലാക്കയും ഒക്കെ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ മാളത്തിനുള്ളിൽ ഒളിച്ചിരുന്നിട്ട് ഈ മാളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തല പുറത്തിട്ട് അവിടെ തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന TV പ്രഭാഷണങ്ങളാണ് ഈ പുറത്തു വരുന്നത്. പുറത്തേക്ക് വന്നിട്ട് ശുദ്ധമായി ശ്വസിക്കാൻ ധൈര്യമില്ലാത്ത ആളുകളാണ് ഈ ട്രംപിനെ കൊല്ലും, നെതന്യാഹുവിനെ കൊല്ലും, ഇസ്രായേൽ കാട്സിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ആളുകളൊക്കെ ട്രംപ് ആയിക്കൊള്ളട്ടെ, നെതന്യാഹു ആയിക്കൊള്ളട്ടെ, ഇസ്രായേൽ കാട്സ് ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ റോഡിൽ കൂടെ നെഞ്ചു വിരിച്ച് നടക്കുന്നവരാണ്. എല്ലാ ദിവസവും ഇവർ പുറത്തു വരുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്, പത്രസമ്മേളനം നടത്തുന്നുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ. ഈ പറഞ്ഞ കൂട്ടരെ കണ്ടവര് ഒരു കൊല്ലത്തിനിടയിൽ 2 കൊല്ലത്തിന് ആരെങ്കിലും ഉണ്ട് ഇവരെ കണ്ടവര്? TV കൂടെ കാണാമെന്നല്ലാണ്ട് ഈ മനുഷ്യരെ ജീവനോടെ കണ്ട ആരുമില്ല. TV ഇവരെ കണ്ടവരെന്ന് പറയുന്നവരെ കണ്ടവരില്ല. ഇവര് മാളത്തിനകത്ത് ഒളിച്ചിരുന്നുകൊണ്ട് പറയാണ്, ഇവൻ പിന്നെ വെയിൽ കൊള്ളാൻ വേണ്ടി മറഞ്ഞു കിടക്കുമ്പം അവന്റെ പൊക്കിളില് ഞങ്ങളൊരു ഡ്രോണ് വിട്ടിട്ട് പിന്നെ അവനെ കൊന്നുകളയുമെന്നാണ് പറയുന്നത്. ഇവര് ധൈര്യം മൂത്തിട്ട് ഒരു മൊബൈൽ ഫോൺ കയ്യിൽ വെക്കില്ല. കമ്മ്യൂണിക്കേഷനായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പുറം ലോകമായിട്ടില്ല. കാരണം ഭയങ്കര ധൈര്യമാണ്. ഭക്ഷണം കഴിക്കുന്നത് 10 റൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പേജർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിറച്ച് മൂത്രമൊഴിച്ച് കളയും. കാരണം പേജർ അടിവയറ്റിൽ ഒരു തരിപ്പ് കൊണ്ട് കയറി വരും പേജർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ. കാരണം ഇസ്രായേൽ ചെയ്ത പണി നമുക്കറിയാം. അപ്പൊ ഇതില് ഇവരുടെ ആളുകൾ ഇസ്മായിൽ ഹാനിയ ഉണ്ടല്ലോ, ഇസ്മായിൽ ഹാനിയ എന്ന് പറയുന്ന ആള് ഈ ഹമാസിന്റെ വലിയ നേതാവായിരുന്നു. ഇദ്ദേഹത്തെ ടെഹ്റാനില് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റെസിഡൻസില് അദ്ദേഹം സ്ത്രീകളോടൊത്ത് ആഹ്ലാദിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അവർ കൊന്നത്. ഇപ്പോഴും എങ്ങനെയാ കൊന്നതെന്ന് അറിയാൻ പാടില്ല. അത് റോക്കറ്റ് വിട്ടിട്ടാണോ, അകത്തുനിന്ന് ബോംബ് പൊട്ടിട്ടാണോ, എങ്ങനെയാണ് ഈ ഹാനിയ മരിച്ചതെന്ന് അറിയത്തില്ല. ഹാസൻ നാസറുള്ള 20 മീറ്റർ തിക്നെസ് ഉള്ള കോൺക്രീറ്റിന്റെ അടിയിൽ പാതാളത്തിൽ ഒളിച്ചിരുന്ന സമയത്താണ് ഹാസൻ നാസർ ലെബനോണിൽ ഇട്ട് വധിച്ചത്. ദാറ്റ് ഈസ് ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഇവരുടെ വലിയ നേതാവ് 2020 ട്രംപ് അയച്ച ഡ്രോൺ റോഡിൽ വെച്ച് അവരുടെ സർവ്വസൈന്യാധിപരായിട്ടുള്ള ഖാസിം സുലൈമാനെ വധിച്ചു കളഞ്ഞ കഥയറിയാം. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഹൊസൈൻ അമീറും ഒരു ഹെലികോപ്റ്ററിൽ കയറുന്ന സമയത്ത് അസർബൈജാനിൽ നിന്ന് താഴെ കൊഴിഞ്ഞു വീണ് മരിച്ചുപോയ കഥയറിയാം. ഇത് മുഴുവൻ ഇസ്രായേലും അമേരിക്കയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവർ ഒരു നാണവും ഇല്ലാതെ ഞങ്ങൾ ഏറ്റവും ചുരുങ്ങി ട്രംപിനെ അങ്ങ് തട്ടിക്കളയും എന്നൊക്കെ പറയാനായിട്ട് ഇവരുടെ തൊലിക്കെട്ടിയുണ്ടല്ലോ. അപ്പൊ തൊലിക്കെട്ടിക്ക് വാസ്തവത്തിൽ ലോകത്തില് ഈ പറയുന്ന ഇപ്പോഴുള്ള ഈ ഇറാനിലെ മതനേതൃത്വത്തോളം കട്ടി കൂടിയ തൊലി ലോകത്തിൽ ആരും ധരിക്കുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. അക്കാര്യത്തിൽ അവർക്കൊരു ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടതാണ് എന്നും വിചാരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പീസിലേക്ക് നീങ്ങുന്ന അവരുടെ സിവിൽ ഭരണകൂടം പെഷേസ്കിയാൻ അടക്കമുള്ള ആളുകള് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗദി അറേബ്യയിലുണ്ട്. അപ്പൊ ഈ ഒരു ചർച്ച ഒരുപക്ഷെ സമാധാനത്തിലേക്ക് എത്തുമോ എന്ന വലിയൊരു ഭയം ഈ മതനേതൃത്വത്തിന് ഉണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഖമനേയുടെ ഇവരുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയോ എന്നും ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ സൗദി അറേബ്യയിൽ ഇവർ ചർച്ചയ്ക്ക് പോയിരിക്കുന്നു. പക്ഷെ സൗദി അറേബ്യ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്കയോട് ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ സൗദി അറേബ്യയിൽ പോയിരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അഗാച്ചിയും കൂട്ടരും അവിടെ പോയിരിക്കുന്നത്, പെഷേസ്കിയാന്റെ മിനിസ്ട്രിയിലുള്ള ആളുകൾ പോയിരിക്കുന്നത് ഖമനേയി അവിടെ ഉള്ളപ്പോൾ ഈ യുദ്ധത്തിൽ ഇത്രത്തോളം ഇൻസൾട്ട് ചെയ്യപ്പെട്ട ഖമനേയി ഇവരെ ഒരു ചർച്ചയ്ക്ക് അയക്കാൻ ഖമനേയുടെ സ്വഭാവം വെച്ച് സാധ്യതയില്ല. അപ്പൊ ഇവരവിടെ പോകാനൊരു ധൈര്യം കാട്ടുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഖമനേയി തന്നെ തീർന്നു പോയതുകൊണ്ടാണോ? അപ്പൊ ഇനി ഈ മതനേതൃത്വത്തിന് പിടി അയഞ്ഞു പോവുകയാണോ? മതനേതൃത്വത്തിന് പിടി അയഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആൾക്കാർ തല്ലിക്കൊല്ലും. അപ്പൊ പിടി അയഞ്ഞില്ല എന്ന് കാണിക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളുകൾ ലാരിജാനിനെ പോലത്തെ ആളുകൾ ടെലിവിഷനിൽ വന്നിട്ട് ഞങ്ങൾ ട്രംപിനെ കൊല്ലും, നെതന്യാഹുവിനെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ യാതൊരു സെൻസും ഇല്ലാത്ത ഉണ്ടയില്ലാത്ത വെടിപൊട്ടിച്ച് ജനത്തെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ആ കൂടെ തന്നെ ഈ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വീഴും. ട്രംപിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാവും. അദ്ദേഹത്തിന്റെ സ്വഭാവം അത്തരമാണ്. അപ്പൊ അദ്ദേഹത്തെ പ്രകോപിതരാക്കി ഈ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുക. അന്ന് 2023 ഒക്ടോബർ 7 സൗദി അറേബ്യ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടും എന്ന കൃത്യം ആ ഒപ്പിടാനായി പേനയെടുത്ത സമയത്താണ് ഹമാസ് പോയിട്ട് ഈ ഇസ്രായേലിൽ പോയിട്ട് അക്രമം കാണിക്കുന്നത്. അപ്പൊ ഇറാൻ ആ അക്കോർഡ് തല്ലിപ്പൊളിച്ച് കളഞ്ഞ് പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളും പിന്നെ ജൂയിഷ് രാജ്യമായ ഇസ്രായേലും തമ്മിൽ എത്താൻ സാധ്യതയുള്ള ഒരു സമാധാന കരാറിനെ പൊളിക്കാൻ വേണ്ടി അവരന്ന് ചെയ്ത ആ പണി തന്നെയാണോ ഹമാസും ഇറാനും ഇപ്പോൾ ചെയ്യുന്നതെന്നും സംശയിക്കേണ്ടതുണ്ട്. കാരണം ഹമാസ് ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ് തിരിച്ച്, എങ്ങനെയെങ്കിലും സമാധാന ശ്രമത്തിന് തുരങ്കം വെക്കണം. ഇറാൻ നാക്കുകൊണ്ട് ആഞ്ഞടിക്കുകയാണ്, എങ്ങനെയെങ്കിലും സമാധാന ശ്രമത്തിന് തുരങ്കം വെക്കണം. അപ്പൊ ഈ ഇസ്ലാമിക ലോകവും ഇസ്രായേലും തമ്മിൽ ചേർന്ന് ഒരു സമാധാനം വന്നാൽ മിഡിൽ ഈസ്റ്റിൽ പൂർണ്ണമായ സമാധാനം, യുദ്ധങ്ങളില്ലാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധങ്ങളിൽ മാത്രം ജീവിച്ച് ശീലമുള്ളവര്, തുരങ്കങ്ങൾ ഉണ്ടാക്കി മാത്രം ശീലമുള്ളവര്, ലോകത്തിനൊന്നും സംഭാവന ചെയ്യാത്തവര്, അവരുടെ ആ ഒരു പ്രവൃത്തി തുടരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതാണോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്.